അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ വിധിവിധാനങ്ങൾ, ഹജ്ജിൻ്റെ നടപടിക്രമങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരല്പം നിങ്ങളോട് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമതായി, ഹജ്ജ് എന്നത് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു ഹജ്ജിൻ്റെ ഇനം, അത് ഹജ്ജുത്തമത്വമാണ്. ഹജ്ജിൻ്റെ മാസങ്ങളിൽ, അതായത് ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ, ഈ മാസങ്ങളിൽ അതായത് നമ്മൾ ഉംറ നിർവഹിക്കുകയും ആ ഉംറ നിർവഹിച്ച് ഉംറയിൽ നിന്ന് തഹല്ലുലാവുകയും ചെയ്യുക എന്നതാണ്. അതായത് മീഖാത്തിൽ ഇഹ്റാം പ്രവേശിക്കുകയും അവിടെ വെച്ച് രണ്ട് വസ്ത്രത്തിൽ ഇഹ്റാം പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായിക്കൊണ്ട് ശരീരത്തിൽ സുഗന്ധം പുരട്ടുക, ശരീരത്തിലും തലയിലും. അതിനുശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുകയും ചെയ്യുക. മേൽമുണ്ടും കീഴ്മുണ്ടും ഇത് രണ്ടും ധരിച്ചതിന് ശേഷം ഏതെങ്കിലും തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ഇഹ്റാമിന് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതിൽ നിന്ന് അവിടെ വെച്ച് ഇഹ്റാം പ്രവേശിക്കുന്നു. അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ എന്ന് ചൊല്ലിക്കൊണ്ട് ഉംറ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അവിടെ അതിനുശേഷം അവിടുന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അതിൻ്റെ തവാഫും സഅയും എല്ലാം, അതുപോലെ തന്നെ തല ചെറുതായി മുറിക്കലാണ് ഏറ്റവും നല്ലത്. തലയുടെ മുടി ചെറുതായി മുറിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് ഹജ്ജിൻ്റെ വിധിവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തലമുണ്ടൻ ചെയ്യാൻ ഇരിക്കുന്നത് കൊണ്ടാണ് അത് ഏറ്റവും ഉത്തമമാകുന്നത്. ഇനി ഉംറയുടെ വിധിവിധാനങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം പിന്നീട് മിനയിലേക്ക് അവർ ചെല്ലുന്നു. അവിടെ വെച്ച് യൗമുത്തർവിയ, അതായത് ദുൽഹിജ്ജ 8-ാം ദിവസം അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും മിനയിലേക്ക്, പിന്നെ അവിടെ വെച്ച് എവിടെയാണോ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് അവിടെ വെച്ച് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് ചൊല്ലിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. പിന്നീട് മിനയിലേക്ക് ചെല്ലുക എന്നതാണ്. മിനയിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ളുഹറും അസ്റും മഗ്രിബും ഇശ, പിന്നെ ഫജറും, ഇത് അതാത് സമയത്ത് ഖസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കലാകുന്നു. ജമ്മ് ചെയ്യാതെ, അതായത് രണ്ടും കൂട്ടി നമസ്കരിക്കാതെ, രണ്ട് സമയങ്ങളെ കൂട്ടി നിസ്കരിക്കാതെ അതാത് സമയത്തിൻ്റെ നിസ്കാരം ഖസ്റാക്കിക്കൊണ്ട് ചുരുക്കിക്കൊണ്ട് നമസ്കരിക്കലാകുന്നു അവിടുത്തെ നടപടിക്രമം. പിന്നീട് സൂര്യ ഉദിച്ചതിന് ശേഷം, അതായത് 9-ാം ദിവസം അറഫ മൈതാനിലേക്ക് പുറപ്പെടുകയാണ്. ആ അറഫ മൈതാനിയിൽ ചെന്നുകൊണ്ട് അവിടെ വെച്ച് ളുഹറും അസ്റും ജമ്മായിക്കൊണ്ട് ഖസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കലാകുന്നു. പിന്നീട് അവിടെ വെച്ച് പ്രാർത്ഥിക്കലാകുന്നു. കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ധാരാളമായി പ്രാർത്ഥിക്കലാകുന്നു. പിന്നീട് സൂര്യാസ്തമിച്ചതിന് ശേഷം അവിടെ വെച്ച് നമസ്കരിക്കാതെ മഗ്രിബ് ഇശ മുസ്ദലിഫയിൽ ചെന്നതിന് ശേഷമാണ് അവിടെ ളുഹറും മഗ്രിബും ഇശ ജമ്മാക്കിക്കൊണ്ട് ഖസ്റാക്കിക്കൊണ്ട് നമസ്കരിക്കലാകുന്നു. പിന്നീട് അവിടെ പാർക്കലാകുന്നു ചെയ്യുന്നത്. മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് അവിടെ പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം അവിടുന്ന് നേരിട്ട് മിനയിലേക്ക് പോകലാകുന്നു. കഅബാലയം ഉദ്ദേശിച്ചുകൊണ്ട് പോകലാകുന്നു. അവിടെ വെച്ച് തവാഫുൽ ഇഫാദ ചെയ്യലാകുന്നു. തവാഫുൽ ഇഫാദ അത് ഹജ്ജിൻ്റെ റുക്നിൽപ്പെട്ടതാകുന്നു. ആ തവാഫുൽ ഇഫാദ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട അന്നത്തെ ദിവസം, അതായത് ദുൽഹിജ്ജ 10-ൻ്റെ ഈദ് ദിവസം അല്ലെങ്കിൽ യൗമുൻ നഹറിൻ്റെ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ, അതിൻ്റെ ക്രമത്തോടു കൂടി ചെയ്യേണ്ടത് നിർബന്ധമല്ല. അപ്പോൾ അതേപോലെ തന്നെ അവിടെ വെച്ച് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ മിനയിലേക്ക് ചെന്നുകൊണ്ട് ജംറത്തുൽ അഖബയിൽ 7 തവണ കല്ലേറ് നടത്തലാകുന്നു.
ഓരോ തവണ കല്ലേറ് നടത്തുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കല്ലേറ് നടത്തുക. അതിനുശേഷം തലമുണ്ടനം ചെയ്യുകയോ അല്ലെങ്കിൽ തലമുടി മുറിക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുക എന്നതാണ്. പിന്നീട് ബലികർമ്മം നടത്തുക. അതുപോലെ തന്നെ ആ ബലികർമ്മം നടത്തിയതോടുകൂടി ഒരു തഹല്ലുൽ സംഭവിക്കുന്നു. അതായത് ചെറുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നു, സ്ത്രീകളൊഴിച്ച്. പിന്നീട് അവർ എല്ലാ ദിവസവും അയ്യാമുത്ത് തശ്രീഖിൽ 11, അതായത് ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങളിൽ സൂര്യൻ നെറ്റിയിൽ നിന്ന് നീങ്ങിയതിന് ശേഷം ജംറയിലേക്ക് ചെന്ന് ആദ്യത്തെ ജംറത്തുൽ അഖബയിൽ 7 തവണ കല്ലേറ് നടത്തുകയും അതിനുശേഷം ഖബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ജംറത്തുൽ ഉസ്തയിലേക്ക് അവിടെ ചെന്നുകൊണ്ട് 7 കല്ലേറ് നടത്തുക. അങ്ങനെ അവിടെയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും പിന്നീട് ജംറത്തു സുഗ്റ ആ ജംറയിൽ കല്ലേറ് നടത്തുകയും 7 തവണ ഓരോ കല്ലേറ് നടത്തുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് കല്ലേറ് നടത്തുക എന്നതാണ്. അഥവാ ആർക്കെങ്കിലും ധൃതിയുണ്ടെങ്കിൽ 12-ാം ദിവസം അവർക്ക് അവിടുന്ന് വിരമിക്കണമെന്നുള്ള ധൃതിയുണ്ടെങ്കിൽ അവർ സൂര്യാസ്തമയിക്കുന്നതിന് മുമ്പായി തന്നെ മിനയിൽ നിന്ന് പുറപ്പെടേണ്ടതാണ്. സൂര്യാസ്തമയിച്ച് അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ 13-ാം ദിവസവും കല്ലേറ് നടത്തിക്കൊണ്ടാണ് അവർ വിരമിക്കേണ്ടത്. പിന്നീട് കബാലയത്തിൽ ചെന്നുകൊണ്ട് തവാഫുൽ വിദ നടത്തുക. തവാഫുൽ വിദ നടത്തിയതോടുകൂടി പിന്നീട് അവർ ഹജ്ജിൻ്റെ എല്ലാ വിധിവിധാനങ്ങളും അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കാനും അതുപോലെ തന്നെ മബ്രൂറായ ഹജ്ജ് നിർവഹിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് ജീവിതത്തിലെ എല്ലാ ഇബാദത്തിലും നടപ്പിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.